ദിവ്യകാരുണ്യ ആരാധനയും ദൈവവചന പ്രഘോഷണവും ആരംഭിക്കുവാൻ പോവുകയാണ്. എല്ലാ ശുശ്രൂഷകൾക്കും ദൈവാത്മാവിൻ്റെ ശക്തി അഭിഷേകമായി നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഴുന്നള്ളി വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവം നമ്മളെ ഇത് അനുഗ്രഹിക്കുവാൻ അഭിഷേകത്തോടെ എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വപൂർണനായി ഇതാ നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വരുന്ന രാജാതിരാജനായ യേശുവിനെ എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. സന്തോഷത്തോടെ ചങ്കിക്കൊണ്ട് പാടുക. എൻ ജീവനെ കാളും നീ വലിയതാണ്. എൻ ജീവനെ കാളും. എൻ ജീവനെ കാളും നീ വലിയതാണ്. ആരാധന 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 ആരാധന. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്നേഹമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ജീവനേ സ്നേഹമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വപൂർണ്ണനായ യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളോട് ചേർന്ന് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ തിങ്കളാഴ്ച മരിയൻ കൃപാഭിഷേക ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു. ആരാധന 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 ആരാധന. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ കൃപാഭിഷേക ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ആദ്യമായി നന്ദി പറയുവാൻ എനിക്ക് അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു.
ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 28/11/2019 അത് ഞാൻ മാൾട്ടയ്ക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനൊരു നേഴ്സാണ്. ഞാൻ മാൾട്ടയ്ക്ക് കെയർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എന്നാൽ 30 വർക്കിംഗ് ഡേയ്സ് ആയിട്ടും എനിക്ക് വിസ വന്നില്ല. സാധാരണ എല്ലാവർക്കും 15 വർക്കിംഗ് ഡേയ്സിൽ വിസ വരാറുണ്ട്, പക്ഷേ എനിക്ക് മാത്രം വന്നില്ല. ഞാൻ അതിനു മുമ്പ് UK പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് വിസ വരാത്തതെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. 28-ാം തീയതി ഉടമ്പടി എടുത്തു. 29-ാം തീയതി എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതുവരെ ഞാൻ ട്രാക്ക് ചെയ്യുമ്പോൾ എൻ്റെ വിസ സ്റ്റാറ്റസ് ഒന്നും കാണിച്ചിരുന്നില്ല. വിസ സ്റ്റാറ്റസ് പ്രോസസ്സിങ് എന്ന് മാത്രമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. 2022 എനിക്ക് കോവിഡ് പിടിക്കുകയും മാൾട്ടയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ കോവിഡ് പിടിക്കുകയും കോവിഡ് പിടിച്ച് 1.5 മാസത്തോളം കോവിഡ് പോസിറ്റീവായി. അപ്പോൾ ഞാനൊരു വാർഡിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയുള്ള മാൾട്ടീസ് പീപ്പിൾ പറഞ്ഞു, നീ കോവിഡായിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് നിനക്ക് ജോലിയില്ല, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞു. ഞാൻ 1.5 മാസത്തോളം ഞാൻ കോവിഡായി നിന്നു. കോവിഡ് നെഗറ്റീവായി. ഞാൻ ആ സമയത്തെല്ലാം ഉപ്പും ജപമാലയും ഉടമ്പടി തൈലവും അതോടൊപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അതിൻ്റെ ഫലമായി ഡിസംബർ 13-ാം തീയതി എൻ്റെ പോയ ജോലി അതേ പൊസിഷനിൽ തന്നെ എനിക്ക് ജോലി കിട്ടുകയും പിന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് കയറുകയും ചെയ്തു. ഇതിനു മുമ്പ് തന്നെ ഞാനിവിടുന്ന് മാൾട്ടയ്ക്ക് പോയി, അത് ഞാൻ വിട്ടുപോയതാണ്. മാൾട്ടയ്ക്ക് പോയി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി വീണ്ടും നഷ്ടപ്പെടുകയും അവിടെ ഓവർ സ്റ്റാഫാണ്, അതുകൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ മാസം തന്നെ എനിക്ക് വേറൊരു ജോലി തരികയും പക്ഷേ എൻ്റെ കാർഡ് അവിടെ ശരിയാവാത്തതുകൊണ്ട് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഒരു വീട്ടിൽ നമ്മുടെ മലയാളി ആൾക്കാരുടെ തന്നെ കൊച്ചിനെ നോക്കാൻ പോയി. അപ്പോൾ ഒരു ദിവസം എനിക്ക് 10 യൂറോ തരും. അതിൽ ബസ് ചാർജ് തന്നെ 2 യൂറോ പോകും. ബാക്കി എൻ്റെ കൂട്ടുകാരെ എനിക്ക് ഫ്രീ ആയിട്ട് താമസ സൗകര്യം ഒരുക്കി തന്നു. ഈ സമയങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധ മാതാവേ, ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പരിശുദ്ധ മാതാവേ, എനിക്ക് വെള്ളിയാഴ്ചയ്ക്ക് ഉള്ളിൽ എൻ്റെ എനിക്ക് എൻ്റെ കാർഡ് തരണേന്ന് പ്രാർത്ഥിച്ചു. ബുധനാഴ്ച വൈകിട്ട് ID മാൾട്ടയിൽ നിന്ന് വിളിച്ചിട്ട് പിറ്റേ ദിവസം കാർഡ് കളക്ട് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ കാർഡ് കളക്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സിൽ വ്യത്യാസം വരുന്നു, നിനക്ക് തരാൻ പറ്റില്ല, ഇനി വീണ്ടും ആദ്യം മുതലേ പ്രോസസ്സിംഗ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്, കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂറിനുള്ളിൽ അവരെനിക്ക് പുതിയ കാർഡ് എനിക്ക് അടിച്ചു തന്നു. അങ്ങനെ ഞാൻ വീണ്ടും മെയ് 18-ാം തീയതി വീണ്ടും പുതിയൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. 2022 അവസാനത്തോടു കൂടി ഞാൻ UK പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങി. ഒത്തിരി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഏജൻസി വഴി അല്ലാട്ടോ, ഞാൻ നേരിട്ട് അപ്ലൈ ചെയ്താണ് ഞാൻ UK ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ ആദ്യമൊന്നും കിട്ടുന്നില്ല. പിന്നീട് 2022 അവസാനത്തോടു കൂടി, ഒക്ടോബറോട് കൂടി ഒരു എംപ്ലോയർ എന്നെ ഹയർ ചെയ്തു. ഞാൻ എംപ്ലോയറോട് പറഞ്ഞു, ഞാൻ ഏജൻസി ഫീസൊന്നും തരില്ല, ഞാൻ വിസ ഫീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. അവർ പറഞ്ഞു, എനിക്ക് ഒരു ഏജൻസി ഫീസും വേണ്ട, നിങ്ങൾ വിസയ്ക്ക് വേണ്ടിയുള്ള ഫീസും COSൻ്റെ ഫീസും മൊത്തം 800 രൂപ, 800 പൗണ്ട് മാത്രം അയച്ചു തന്നാൽ മതി. 800 പൗണ്ട് അയച്ചു കൊടുത്തു. എനിക്ക് COS വന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സമയത്ത് ഞാൻ വിസ ജനുവരി 10-ന് അപ്ലൈ ചെയ്യുവാണ്. ആ സമയത്ത് ചൊവ്വാഴ്ചയാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ അച്ഛൻ്റെ ധ്യാനം ഓണാക്കിയിട്ട് ഞാൻ വിസ ആപ്ലിക്കേഷന് കയറി. എനിക്ക് പേടിയുണ്ട്. ഞാൻ 2ാമത്തെ തവണയാണ് UK പോകുന്നത്. ആദ്യം ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി ഓവർ ടൈമായിട്ട് നിന്നു. ഓവർ സ്റ്റേ ഉണ്ടെങ്കിൽ എൻ്റെ വിസ ക്യാൻസലാകും. പക്ഷേ 8ാം ദിവസം എനിക്ക് വിസ വന്നു. ഞാൻ അവിടുന്ന് വിസ സബ്മിറ്റ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടലിൻ്റെ തീരത്തൂടെയാണ് പോകുന്നത്. വലിയൊരു മഴവില്ലിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ കാണുകയാണ്. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ വീണ്ടും ആ പോർഷനെ കാണാനില്ല, മഴവില്ലേ കാണാനില്ല.
അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എത്രയും പെട്ടെന്ന് വിസ കിട്ടും എന്നുള്ളത്, മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എപ്പോഴും വിസ കിട്ടും വിശ്വസിച്ചു. പക്ഷേ ഞാൻ വീണ്ടും UK വന്നു. ഞാൻ ജോലിക്ക് കയറി. അത് ഡൊമിസിലറി ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകണം. ചിലപ്പോൾ 6 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. 1.5 മണിക്കൂർ 2 മണിക്കൂർ കൂടെ ജോലി ചെയ്യുന്നവരുടെ വീട്ടിലേക്ക് മാപ്പിട്ട് നടന്നു പോകണം. അപ്പോൾ നടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാല ഉണ്ടാവും, കാശുരൂപം ഉണ്ടാവും എപ്പോഴും എൻ്റെ കയ്യിൽ. മഞ്ഞുണ്ടാവും, മഴയുണ്ടാവും, എന്താണെങ്കിലും നടന്നു പോവാണ് ഒറ്റയ്ക്ക്. അങ്ങനെ പോയി എനിക്ക് പറ്റാണ്ടായി. കാരണം രാത്രി വരുന്നത് 12:30-1 മണി സമയത്ത്. ഇതുപോലെ നടന്ന് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ ജോലി വേണ്ടാന്ന് വെച്ചു. എനിക്ക് പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്തു. എവിടെയും കിട്ടുന്നില്ല. UK തന്നെ ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും, എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. അവിടെ എനിക്ക് വാടക കൊടുക്കാൻ പൈസയില്ല. കാരണം 1 മാസത്തെ സാലറി ഉള്ളത് ഞാൻ വീട്ടിലേക്ക് അയച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ആകെ 200-300 പൗണ്ടാണ് ബാലൻസ് ഉള്ളത്. വാടക തന്നെ 450 പൗണ്ട്. ഫുഡിന് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു 50 പൗണ്ട് എങ്ങനെ വന്നാലും വേണം, എൻ്റെ കയ്യിലില്ല. അവിടെയും പരിശുദ്ധ അമ്മ എനിക്ക് 2 ചേച്ചിമാരെ, എനിക്ക് മുമ്പ് പരിചയമുള്ളതാണ്, 2 ചേച്ചിമാരെ എനിക്ക് വേണ്ടി അവിടെ കരുതി വെച്ചു. അവരുടെ വീട്ടിൽ 1 മാസം ഞാൻ താമസിച്ചു. അവരെനിക്ക് ഫുഡ് തന്നു, അവരുടെ വീട്ടിൽ താമസിച്ചു. അതിനിടയ്ക്ക് എനിക്ക് ജോലിയൊന്നും ആയില്ല. പക്ഷേ ഇവിടെ ഒരു ഏജൻറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല. എന്നാലും ഞാൻ ഓക്കെ പറഞ്ഞ്, ഫാമിലിയും ഓക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ ജോലിക്ക് കയറി. എനിക്ക് 1 മാസത്തെ അവിടെ ജോലി കിട്ടി. എനിക്ക് ആ സമയത്ത് വാടക കൊടുക്കാൻ പൈസ കിട്ടി. എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടി. ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന എംപ്ലോയറെ കോണ്ടാക്ട് ചെയ്യുകയും, അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പകുതി ഇന്ത്യനാണ്. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, എനിക്ക് വേറെ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, അവരോടും കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. സംസാരിച്ചോ, ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയെ കിട്ടിയില്ല. 3-ാം ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ നീ എനിക്ക് പൈസ തരേണ്ടി വരും, COSന് പൈസ തരണം, എനിക്കുള്ള ചിലവ് നീ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തരാം, ഞാൻ പൈസ തരാം. എത്ര രൂപ വരുമെന്ന് പറഞ്ഞു. 2034 പൗണ്ട് വരുമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 പൗണ്ടേ ഉള്ളൂ, ഞാനതിപ്പോൾ തരാം, ബാക്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുത്തി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എൻ്റെ എംപ്ലോയർ പറഞ്ഞു, നീ എനിക്ക് ഒരു പൈസ ഇപ്പോൾ തരണ്ട, നീ 6 മാസം കൊണ്ട് എനിക്കത് തന്നു തീർത്താൽ മതി. അപ്പോൾ അങ്ങനെ എനിക്ക് ജോലി അവിടെ തന്നു. COS എനിക്ക് അയച്ചു തന്നു. നിനക്ക് എന്ന് ജോലിക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജൂലൈ 10 ഞാൻ കയറാമെന്ന് പറഞ്ഞു. ജൂലൈ 8 അവിടുത്തെ ജോലി ഞാൻ ക്യാൻസൽ ചെയ്ത് റെസിഗ്നേഷൻ കൊടുത്തു. ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നു. അവിടെ വന്നപ്പോൾ താമസ സൗകര്യമില്ല. നീ വിഷമിക്കേണ്ട, നീ എൻ്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് ആ എംപ്ലോയറുടെ വീട്ടിൽ തന്നെ ഒരു റൂമും തന്ന് എന്നെ നവംബർ 13 വരെ എംപ്ലോയറുടെ വീട്ടിൽ താമസിപ്പിച്ചു. നവംബർ 13 എൻ്റെ ഫാമിലി വന്ന് അവർക്ക് വീട് കിട്ടാനില്ല. അപ്പോൾ എംപ്ലോയർക്കൊരു വീടുണ്ട് ഹോമിനോട് ചേർന്ന് തന്നെ. അപ്പോൾ എംപ്ലോയർ പറഞ്ഞു, നീ ഇവിടെ താമസിക്കുന്നവരെ മാറ്റി, അവിടെ ഞങ്ങളുടെ എംപ്ലോയർ തന്നെയാണ് പിള്ളേർ താമസിക്കുന്നത്, അവരെ ഫാമിലിയായിട്ട് താമസിക്കുന്ന അവരെ മാറ്റി എനിക്ക് അവിടെ വീട് തന്നു. അതുപോലെ തന്നെ പിള്ളേർക്ക് അഡ്മിഷൻ വന്നു കഴിഞ്ഞപ്പോഴും ബുദ്ധിമുട്ടായി. 2 പേർക്ക് കൊണ്ടുവരണം. എനിക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ്, ഹസ്ബൻഡ് എടുക്കുന്ന ഡേ ഷിഫ്റ്റാണ്. പുള്ളിക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കണ്ടിന്യൂസ് ഷിഫ്റ്റാണ്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും എൻ്റെ എംപ്ലോയർ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ മൂത്തയാളെ 2ാമത്തെ ആളെ ഞാൻ കൊണ്ടുവന്നോളാം. സ്കൂളിൽ കൊണ്ടുവരുന്നതും ജനുവരി മുതൽ ജൂലൈ 31 വരെ എൻ്റെ എംപ്ലോയർ എൻ്റെ മോളെ കൊണ്ടുവന്നു. ഇളയാളെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ എല്ലാ തരത്തിലും എല്ലാ വിധത്തിലും ഒപ്പം നിന്ന് എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു.
അത് കഴിഞ്ഞ് ഞാൻ CBT OSK, ഞാനൊരു നേഴ്സായതുകൊണ്ട് അവിടെ കെയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. CBT OSK എഴുതാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തു. ഞാൻ എൻ്റെ എംപ്ലോയറോട് പറഞ്ഞു, CBT ഞാൻ OSK തുടങ്ങുവാണ് കേട്ടോ എന്ന് പറഞ്ഞു. നീ തുടങ്ങിക്കോ, ഞാൻ തരികയല്ല നിനക്ക് ലെറ്റർ, CV ലെറ്റർ ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തരണം കേട്ടോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ ഞാൻ. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്നും പറഞ്ഞില്ല. ഞാൻ OSK എഴുതി, OSK പഠിച്ച് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു ഡേറ്റ് കാണിച്ചു തരണേന്ന്. പരിശുദ്ധ അമ്മ എനിക്ക് 6 എന്ന ഡേറ്റ് കാണിച്ചു തന്നു. 6 എന്ന ഡേറ്റിൽ ഞാൻ പോയി എക്സാം എഴുതി, ഞാൻ പാസ്സായി. എക്സാമിന് മുമ്പ് 2 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി എക്സാം എഴുതുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ OSK പാസ്സാകുമെന്ന്. കാരണം എല്ലാവരും ലാസ്റ്റ് ചാൻസിലും 2ാമത്തെ ചാൻസിലും ഒക്കെ പാസ്സാകുന്ന പരിശുദ്ധ അമ്മ എന്നെ പാസ്സാക്കി തന്നു. എൻ്റെ കഴിവും കൊണ്ട് ഒരിക്കലും ഞാൻ OSK പാസ്സാവില്ല എന്ന് 100% ഉറപ്പാണ്. ഞാൻ എഴുതിയത് വെച്ചും ഞാൻ പാസ്സാകില്ല. അതുപോലെ CBT എഴുതിയപ്പോഴും അതുപോലെ തന്നെ 68% മാർക്കാണ് എനിക്ക് പാസ് മാർക്ക് വേണ്ടത്. ഫസ്റ്റ് ഞാൻ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു. ഞാൻ പാർട്ട് A മാത്രം പാസ്സായി, പാർട്ട് B തോറ്റുപോയി. രണ്ടാമത് ഞാനൊരു 10 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ പഠിച്ചു, ഞാൻ എഴുതി. പരിശുദ്ധ അമ്മയോട് ചോദിച്ചു ഡേറ്റ്. അതുപോലെ പരിശുദ്ധ അമ്മ എനിക്ക് ഡേറ്റ് തന്നു. 11 എന്ന ഡേറ്റാണ് എനിക്ക് തന്നത്. ഞാൻ ആ ഡേറ്റിന് തന്നെ എക്സാം എഴുതി, ഞാൻ പാസ്സായി. എക്സാമിന് 2 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മ എൻ്റെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു എനിക്ക് 78% മാർക്ക്, പാസ്ഡ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ എനിക്ക് പാസ് സർട്ടിഫിക്കറ്റ് തന്ന പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഇതിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ എനിക്ക് ഓർമ്മയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് പരിശുദ്ധ അമ്മ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 3, 4, 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തും. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഉള്ളേരിയാണ്, ബസ് സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പെരുമ്പാവൂരൊരു ഡയാലിസിസ് സെൻ്ററുണ്ട്. ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഡയാലിസിസ് സെൻ്ററിലേക്ക് കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കുന്നു. ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് എല്ലാവരും കൂടി ഒരു തുക പിരിച്ചെടുത്ത് ഞങ്ങൾ അയക്കുന്നു. അതുപോലെ ഞാൻ അത്രം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എൻ്റെ വായ കൊണ്ട് എല്ലാവരോടും പറയും, നിങ്ങൾ കൃപാസന എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ പറയും കൃപാസനത്തിൽ പോകണം, കൃപാസന അമ്മയുടെ പ്രാർത്ഥിക്കുക, അത് മാത്രമേ രക്ഷയുള്ളൂ, അത് മാത്രമേ കിട്ടൂ, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും, അത് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ ഉറച്ച് പറയും. ആദ്യം തന്നെ എൻ്റെ OSK എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടു, എല്ലാവർക്കും സെൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി, എൻ്റെ OSK എക്സാം പാസ്സാക്കി തന്നതിന് 1000 നന്ദി. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ടീച്ചറോട് പോലും ഞാൻ പറഞ്ഞത് ഞാൻ OSK പാസ്സായി കേട്ടോ.